പവിത്രതകൾ ഏറെ നിറഞ്ഞ റമളാൻ, ആ റമളാനിൻ്റെ സുന്ദരമായ പവിത്രമായ ഈ ഒരു പ്രഭാതത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മുടെ നോമ്പുകൾ, ഇപ്പോൾ കഴിഞ്ഞ നോമ്പ് അൽഹംദുലില്ലാഹ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല, പക്ഷെ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പോൾ നോമ്പ് മുറിഞ്ഞു പോകുന്ന അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതുണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് കേട്ടാലോ. ചില കാര്യങ്ങൾ ചെയ്താൽ നോമ്പൊന്നും മുറിയൂല, നോമ്പ് മുറിയുന്നില്ല, പക്ഷെ നോമ്പിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടല്ല, നമ്മൾ ഈ പിടിക്കുന്ന നോമ്പ് എന്തിനാ? അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നമുക്ക് കിട്ടാനാണ്. പക്ഷെ പലപ്പോഴും ചില ആളുകൾ പിടിക്കുന്ന നോമ്പ് അവസാനം അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ 100 മാർക്ക് കിട്ടേണ്ട ചിലപ്പോൾ 10, 9, 8 മാർക്കേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാ? ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പം നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചിട്ട് അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് മുതൽ നമുക്ക് ആ കാര്യങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാനാണ്, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്, ദിക്റുകൾ പറയുന്നവരാണ്. ഒരു കുഞ്ഞു സൂറത്തിനാണെന്ന് പറഞ്ഞു തരട്ടെ. ഈ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങൾ ഓതി തുടങ്ങിക്കോ. കാരണം ഇന്നു മുതൽ ഈ റമളാനിൽ ഈ കുഞ്ഞു സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആ സൂറത്ത്, അത് എപ്പോഴാണ് ഓതേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും വിശുദ്ധമായ റമളാനിൽ, ഈ റമളാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടോ, ആരെല്ലാം എന്തെല്ലാം വിഷമത്തിലാണോ, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൻ്റെ സുന്ദരമായ 4ാമത്തെ ദിനത്തിലാണ്, 4ാമത്തെ നോമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 5ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. റമളാനിൻ്റെ നോമ്പ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു നിഅമത്താണ്, അല്ലേ? അസ്സൗമു ജുന്നത്തുൻ. നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയമാണ്. നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമായത് കാണാനോ കേൾക്കാനോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ, അല്ലോ നോമ്പാണല്ലോ, അല്ലോ നോമ്പാണല്ലോ, അല്ലേ? അതൊരു പരിചയമാണ്. തെറ്റുകളിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ മോശം ചിന്തകളെ തൊട്ടുള്ള എല്ലാത്തിനെ തൊട്ടും തടയുന്നൊരു പരിചയമാണ് അസ്സൗം, നോമ്പ് എന്നുള്ളത്. നോമ്പ് അത് അള്ളാഹുവും ആ പിടിക്കുന്ന ആളും മാത്രം അറിയുന്ന ഒരു ഇബാദത്താണെന്നാണ്. നിസ്കാരം പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നത് ആളുകൾ കണ്ടേക്കാം, അല്ലേ? അതുപോലെ ഹജ്ജ് എല്ലാവരും കാണും, അതുപോലെ ഉംറ എല്ലാവരും കാണും, ഖുർആൻ ഓതുന്നത് ചിലപ്പോൾ എല്ലാവരും കാണും. എന്നാൽ നോമ്പെന്ന് പറഞ്ഞാൽ അത് നോമ്പ് പിടിക്കുന്നവരും അള്ളാഹും തമ്മിലുള്ള അവർ രണ്ടുപേരും അറിയുള്ളൂ. 40 വർഷം തുടർച്ചയായി, റമളാൻ അല്ലാത്ത ബാക്കി 11 മാസം കൂട്ടിയാൽ 40 വർഷം തുടർച്ചയായി സുന്നത്ത് നോമ്പ് പിടിച്ച മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. മഹാനായ സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന ഒരു വലിയ സ്വാത്വികനായ മഹാൻ, അദ്ദേഹം 40 വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ചു, സുന്നത്ത് നോമ്പ് പിടിച്ചു എന്നാണ്. രസം എന്താന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ല ഇദ്ദേഹത്തിന് നോമ്പാണെന്ന്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് സുബഹിക്ക് മുന്നേ കഴിക്കും. എന്നിട്ട് പിന്നെ അദ്ദേഹം ഭക്ഷണം കുറച്ച് എടുത്ത് പൊതിഞ്ഞ് ജോലിക്കായി പോവും. പകൽ പിന്നെ ജോലി സ്ഥലത്തായിരിക്കും. അദ്ദേഹം ഈ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഭക്ഷണം എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവർക്ക് കൊടുത്തിട്ട് പോകുമെന്നാണ്. പിന്നെ തിരിച്ച് മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെയായിരുന്നു 40 വർഷം തുടർച്ചയായി. സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ലെന്നാണ്. അവരൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ലികുല്ലി ഷൈഇൻ സകാത്ത് വ സകാത്തുൽ ജസദി അസ്സൗം, എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? സകാത്ത് കൊടുക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ സകാത്ത് അത് നോമ്പാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമളാനിലാണുള്ളത്. റമളാനിൻ്റെ സുന്ദരമായ ആദ്യത്തെ 10 അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റഹ്മത്ത് കിട്ടുന്നവരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമളാനിൻ്റെ നോമ്പ്, ആ നോമ്പ് നമ്മൾ പിടിക്കുന്നു, കഷ്ടപ്പെട്ട് പിടിക്കുന്നു. നല്ല വെയിലും ചൂടൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ നല്ല ദാഹത്തോടെ ഈ നോമ്പൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പിന് നമുക്ക് പ്രതിഫലം കിട്ടണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, അല്ലേ? നോമ്പ് മുറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, നോമ്പ് മുറിഞ്ഞു പോകും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഉസ്താദേ കൈ മൂക്കിൻ്റെ ഉള്ളിലിട്ടാൽ നോമ്പ് മുറിയുമോ?
ചെവിയുടെ ഉള്ളിൽ ബഡ്സ് ഇട്ടാൽ അല്ലെങ്കിൽ കൈയിട്ടാൽ നോമ്പ് മുറിയുമോ? അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. തുറക്കപ്പെട്ട അവയവം, വായ, മൂക്ക്, ചെവി, അതുപോലെ ഗുഹ്യ അവയവങ്ങൾ, ആ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയും. തിന്നുക, കുടിക്കുക, അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് തുറക്കപ്പെട്ട ദ്വാരമാണ് നമ്മുടെ വായ. ഈ വായുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ വായുടെ ഉള്ളിൽ, അതായത് പല്ല് തേക്കുമ്പോൾ ബ്രഷ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കൂലേ, അപ്പോൾ നോമ്പ് മുറിയില്ല. ഉള്ളിലേക്ക് ഈ തൊണ്ട വിട്ട് താഴേക്ക് പോയാലാണ് നോമ്പ് മുറിയുക. ചില ആൾക്കാർ ചോദിച്ചു, ഹെഡ്സെറ്റ് ഇവിടെ വെച്ചാൽ, ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയുമോ? ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയില്ല. കാരണം ആ ചെവിയുടെ ഉള്ളിലേക്ക് എന്നത് കയറുന്നില്ല. അതുപോലെ തന്നെ ബഡ്സ് ഇട്ടാൽ നോമ്പ് മുറിയില്ല. മൂക്കിൽ വിരലിട്ടാൽ നോമ്പ് മുറിയില്ല. പക്ഷേ ചില ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ കൊറോണയുടെ സമയത്ത് നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യും. എങ്ങനെ? മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു വസ്തു കയറ്റിയിട്ട്, അല്ലേ, നമ്മുടെ ഈ മൂക്കിൻ്റെ പരിധി കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്, ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ ബ്രഷ് കൊണ്ട് നാവിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് എടുക്കൂലേ, അങ്ങനെ കൂടുതൽ എടുക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കുക, കൈ വായിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കി, അതൊക്കെ എന്താണ്, സ്വാഭാവികമായി ഛർദ്ദി വന്നു, അപ്പോൾ നോമ്പ് മുറിയില്ല. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. പലരും ചോദിച്ചു, ഈ പുക വലിച്ചാൽ നോമ്പ് മുറിയുമോ എന്നും. ഈ പുക ഷാഫി മദ്ഹബ് പ്രകാരം തടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. മിക്ക മദ്ഹബിലും അങ്ങനെ തന്നെ. ഉദാഹരണം എന്താണ്, പുക വലിക്കുമ്പോൾ നമ്മൾ ഈ വീട് വലിക്കും. റമദാനിൻ്റെ പകൽ നമ്മൾ ആ പണി ചെയ്യാറില്ല. ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഈ പുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, കറയുണ്ടെന്നാണ്. കറ നമ്മൾ വീടി വലിക്കുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഒരു പുകയിൽ എന്തുണ്ടാകും, ഒരു കറയുണ്ട്. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊരു തടിയുള്ള വസ്തുവായി മാറും. അപ്പോൾ നോമ്പുകാരൻ ആ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ റമദാനിൻ്റെ പകലിൽ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും. നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല, നോമ്പ് ഇങ്ങനെയുള്ള ആളുകൾ ഖളാ വീട്ടണം, മാത്രമല്ല ഫിദിയ കൊടുക്കണം. റമദാനിൻ്റെ പോലെ ആ പണി ചെയ്യാൻ പാടില്ലെന്നാണ്. അത് രാത്രിയിലാണ് നമുക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത്. പകലിൽ അത് ചെയ്യാൻ പാടില്ല. പകലിൽ ചെയ്താൽ നോമ്പുകാരായിട്ട് അവരെ ചെയ്യുന്നതെങ്കിൽ നോമ്പ് ഖളാ വീട്ടണം, അതുപോലെ ഫിദിയ കൊടുക്കണം. അതായത് ഒരു അടിമയെ മോചിപ്പിക്കുകയോ 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയോ വേണമെന്നാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഉറക്കത്തിലല്ലാതെ മനഃപൂർവ്വം ഇന്ദ്രിയം പുറപ്പെടുക, ശുക്ലം പുറപ്പെടുക, അതിപ്പോൾ മുഷ്ടി മൈദനം കൊണ്ട്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല, ഹറാമായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. എന്താണ്? ഖളാ വീട്ടണം, നോമ്പ് ഖളാ വീട്ടണം. അതുപോലെ തന്നെ ഈ സ്വപ്നസ്ഖലനം, ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായി, അപ്പോൾ നോമ്പ് മുറിയില്ല. കാരണം എന്താണ്? നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല അതുണ്ടായത്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതുപോലെ ചുംബിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിക്കുക, ആ സമയത്ത് ശുക്ലം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുന്നതാണ്. ആ പണിക്ക് നിൽക്കരുത്. പിന്നെ 5-ാമതായി ശ്രദ്ധിക്കേണ്ടത് ആർത്തവം ഉണ്ടാവുക, ഹൈദ് ഉണ്ടാവുക, നോമ്പ് മുറിഞ്ഞു പോകും. അതുപോലെ പ്രസവരക്തം, നിഫാസ് ഉണ്ടാവുക, നോമ്പ് മുറിയും. അതുപോലെ 7-ാമത് ഭ്രാന്ത് ഉണ്ടാവുക. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഭ്രാന്ത് ഇളകി, എന്നിട്ട് പിന്നെ ഭ്രാന്ത് മാറിയാലും അന്നത്തെ ദിവസത്തെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. പലരും ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് തലയിൽ എണ്ണ തേക്കാവോ, അത്തർ വെട്ടാവോ? ഇതൊക്കെ നമ്മൾ സാധാരണ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. തലയിൽ എണ്ണ തേക്കാൻ കുഴപ്പമൊന്നുമില്ല, അത്തർ നമ്മൾ ഉപേക്ഷിക്കലാണ് വേണ്ടത്. റമദാനിൻ്റെ പകലിൽ ആ ഒരു സുഗന്ധം ഉപേക്ഷിക്കലാണ് നല്ലത്. റമദാനിൻ്റെ രാത്രികളിൽ നമുക്ക് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ പലതും നമ്മുടെ നോമ്പ് തന്നെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില കാര്യങ്ങളുണ്ട്, അതെന്താണ്? നോമ്പ് മുറിക്കില്ല, പക്ഷെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയും. അതിൽപ്പെട്ടതാണ് എന്ത്? ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറാഹത്ത്, നോമ്പിൻ്റെ കറാഹത്ത്, നിസ്കാരത്തിൻ്റെ കറാഹത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, അത് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല, പക്ഷെ ഉപേക്ഷിക്കലാണ് വേണ്ടത്. ഒന്നാമതായി ഭാര്യമാരെ വികാരത്തോടെ ആലിംഗനം ചെയ്യുക, ചുംബനം ചെയ്യുക, ഇത് റമദാനിൽ എന്താണ് ചെയ്യാൻ പാടില്ല. 2-ാമത് വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇത് അമിതമാക്കൽ. ഇപ്പോൾ നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് പ്രത്യേകം സുന്നത്താണ് അല്ലേ, മുൻകൈ കഴുകുന്നു, വായിൽ വെള്ളം കൊള്ളുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. റമദാനിൽ ഇതിങ്ങനെ നമ്മൾ സുന്നത്ത് കിട്ടാൻ വേണ്ടി വായിൽ വെള്ളം കൊപ്പിളിക്കാം, പക്ഷെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അത് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് അത് പരമാവധി മാറ്റി നിർത്തലാണ് വേണ്ടത്. കാരണം എന്താണ്? അത് നമുക്ക് സൂക്ഷ്മതയില്ല എങ്കിൽ ഉള്ളിലേക്ക് കയറി അത് നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ റമദാനിൻ്റെ പകലിൽ നമ്മൾ ഉദു എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വേണേ ചെയ്യാൻ. അത് അമിതമാക്കരുത്. അമിതമായ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായിരിക്കും, അപ്പോൾ വായിലേക്ക് ഇങ്ങനെ തണുത്ത വെള്ളമാണെങ്കിൽ ഉദു എടുക്കുന്ന സമയത്ത് വായിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴെങ്ങാനും ഇറങ്ങിപ്പോയാൽ നോമ്പ് നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ റമദാനിൻ്റെ പകലിൽ മുങ്ങിക്കുളി അത് ഉപേക്ഷിക്കലാണ് വേണ്ടത്. കാരണം
നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ വളരെയധികം സാധ്യത ഉണ്ട്. അതുകൊണ്ട് റമദാനിൽ മുങ്ങിക്കുളി ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. പ്രാക്ടീസുള്ള ആളുകളുണ്ടാകും, പക്ഷെ എന്നാലും കറാഹത്താണ്, അത് മാറ്റുക. റമദാനിൻ്റെ പകലിൽ നോമ്പുകാരനാണ് വെറുതെ ഒരു വസ്തു ഇങ്ങനെ വായിലിട്ടിങ്ങനെ ചവക്കുക, റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ എന്താണ് ഈ നൂലോ അല്ലെങ്കിൽ ബട്ടൺസോ ഒക്കെ വെറുതെ വായിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക, അതെന്താണ്? കറാഹത്താണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊന്ന് കാര്യം, നോമ്പ് തുറ താമസിപ്പിക്കൽ. ഇത് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുത്തെടുത്ത് പറയുന്നു. കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നോമ്പ് തുറ ഒരിക്കലും നിങ്ങൾ താമസിപ്പിക്കരുത്. ബാങ്ക് വിളിച്ചു എന്ന് ഉറപ്പായാൽ, സമയമായെന്ന് ഉറപ്പായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് തുറന്നേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ജോലി ചെയ്താൽ മതി കേട്ടോ. അത് വാപ്പമാരെ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ചായയൊക്കെ വിളമ്പുന്ന സമയത്ത് ബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞാലും ചായ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലൊക്കെ അങ്ങനെ ചില ആൾക്കാരുണ്ട്, ചായ ഭയങ്കര വിളമ്പാ, സമൂസ എല്ലാവർക്കും കൊടുക്കുന്നു, പക്ഷേ ഇയാൾ നോമ്പ് തുറന്നിട്ടുണ്ടാവില്ല. അത് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, റമദാനിൻ്റെ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക എന്ന്. അതായത് റമദാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ചെയ്തു എന്ന് വെച്ചാൽ റമദാൻ നോമ്പ് അങ്ങോട്ട് മുറിഞ്ഞു പോയി പ്രതിഫലം കിട്ടൂല എന്നൊന്നുമല്ല പറഞ്ഞത്, അത് ഉപേക്ഷിക്കലാണ് വേണ്ടത്. പിന്നെ റമദാനിൻ്റെ മഗ്രിബ് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സുഗന്ധം ഉപയോഗിക്കാം. ഉപയോഗിക്കൽ സുന്നത്താണ്. റമദാനിൻ്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണെന്നാണ്. റമദാനിൻ്റെ എല്ലാ രാത്രിയിലും കുളിക്കുക, ശരീരത്ത് സുഗന്ധമൊക്കെ പൂശുക, വസ്ത്രത്തിലൊക്കെ നല്ലതുപോലെ സുഗന്ധം പൂശാം. അപ്പോൾ ആ ഒരു സുഗന്ധം നമ്മൾ റമദാനിൻ്റെ പകലിലും നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത്, ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക. അത് അനാവശ്യമായി മിസ്വാക്ക് ചെയ്യുക, അതെന്താണ്? നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് മുമ്പ് നമ്മളിപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പല്ല് വെക്കും, പിന്നെ കുറേ കിടന്ന് നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും പല ആൾക്കാരും പല്ല് തേക്കുക. അങ്ങനെയല്ല, ഉച്ചയ്ക്ക് മുന്നേ, ളുഹറിന് മുന്നേ തന്നെ നമ്മൾ പല്ലും വായും നാവൊക്കെ വൃത്തിയാക്കുക. ഉച്ച കഴിഞ്ഞിട്ട് പല്ല് തേക്കൽ എന്താണ്? കറാഹത്താണ്. സോ അത് ഭയങ്കര എന്താണ് സ്മെല്ലായിരിക്കും. ആണ് നോമ്പുകാരൻ്റെ വായ്ക്ക് അങ്ങനെ സ്മെല്ലുണ്ടാകും, അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതാണ് നബി തങ്ങൾ അള്ളാൻ്റെ അടുക്കൽ ആ ഒരു ഗന്ധം, കാരണം നോമ്പുകാരനാണ്, അവന് ഇബാദത്തിലാണ്, അതിൻ്റെ ആ ഒരു ഗന്ധം എന്താണ്? അള്ളാൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. പിന്നെ ഹിജാമ വെക്കുക, കൊമ്പ് വെക്കുക, അതും ഉപേക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, നമുക്ക് എന്താണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുക, അതൊക്കെ എന്താണ്? റമദാനിൻ്റെ പകലിൽ ഉപേക്ഷിക്കലാണ് നല്ലത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന നോമ്പല്ലേ, അപ്പം അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പിടിക്കുക. റമദാനിൻ്റെ നോമ്പ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് അല്ലേ, ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും വാങ്ങിത്തരുന്നത്. റമദാനിൻ്റെ പകൽ അല്ലേ, സുന്ദരമായ റഹ്മത്തിൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. റമദാനിൻ്റെ പകലിൽ ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക, അതും നമുക്ക് ശരിയല്ല. ഫർള് മാത്രം ചെയ്യുന്നു, സുന്നത്തും ചെയ്യുന്നില്ല, അതും പാടില്ല. ഫർള് നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ ഫർളിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, പിന്നെ വിശുദ്ധമായ ഖുർആൻ ഓതുക, ദിക്റുകൾ പറയുക, ഇതൊക്കെ എന്താണ്? പ്രത്യേകം നല്ലതാണ്, ചെയ്യേണ്ടതാണ്. റമദാനല്ലേ അല്ലേ, എത്രയോ നേട്ടങ്ങളാണ് നമുക്ക് നേടിത്തരാനുള്ളത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അത് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റമദാനിൻ്റെ പകലിൽ ആദ്യത്തെ 10 നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദുആയാണ്, പുണ്യമായ ദിക്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദ്വാരക്കുക. ഇപ്പോൾ ഖത്മുൽ ഖുർആനൊക്കെ അൽഹംദുലില്ലാഹ് തുടങ്ങിയ ആളുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക? അരമണിക്കൂർ മാറ്റി വെക്കുക. ഒരു ദിവസം അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഒരു ജുസു ഓതാൻ പറ്റുമല്ലോ, മതി. അരമണിക്കൂർ കൊണ്ട് ഒരു ജുസു ഓതി. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ജുസു വെച്ച് ഓതിയാൽ 30 ജുസു ആയി. പിന്നെ ഒരു ദിവസം നമുക്ക് അരമണിക്കൂറല്ല, നമ്മൾ എത്രയോ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ, എത്രയോ സമയമാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റമദാൻ ആകുമ്പോൾ എന്താണ്? ഇബാദത്തൊന്നുമില്ല, നോമ്പാണ്. എന്നിട്ട് അങ്ങനെ കട്ടിൽ കിടന്നിട്ട് ഈ ഫോണിൽ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഈ റീൽസും അല്ലേ, യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ തമാശയൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം റമദാനിൻ്റെ പകലിൽ നമ്മൾ അശ്രദ്ധമായി പോകുന്നതും നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറക്കുന്നതാണ്, അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഇതുപോലെ ഒരുപാട് ദുആകളുണ്ട്. ഇത് മാത്രമല്ല, റഹ്മത്തിനെ ചോദിക്കുന്ന ഒരുപാട് ദുആ. ഇപ്പോൾ റഹ്മത്തിൻ്റെ 10 കാരുണ്യം എല്ലാവരോടും വേണം. നോമ്പ് തുറ നല്ല റാഹത്തായി സംഘടിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് തുറ നമ്മളെ സംഘടിപ്പിക്കുക അല്ലേ, നോമ്പ് തുറ സംഘടിപ്പിക്കുക. അതായത് നമ്മുടെ മൂത്താപ്പ വരുന്നു, കൊച്ചാപ്പ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അനുജൻ, ജ്യേഷ്ഠൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു നോമ്പ് തുറ. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ, ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് തന്നെ
നമ്മുടെ തൊട്ടടുത്ത് നിസ്കാര പള്ളി ഉണ്ടാകും, അതുപോലെ ജുമാഅത്ത് പള്ളി ഉണ്ടാകും. ആ പള്ളിയിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസത്തെ നോമ്പ് തുറ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പ് തുറ കൊടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് 22,000 രൂപയാണ്. നമ്മുടെ പള്ളിയിൽ എറണാകുളം സെൻട്രൽ മസ്ജിദിൽ ഒരു ദിവസത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ 22,000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പ് തുറ. അതായത് ചായ, സമൂസ, എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സ് ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ഈത്തപ്പഴം, പിന്നെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഈ തരി കാച്ചിയത്, ചെറിയ പായസം പോലത്തെ അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് ആളുകളുണ്ട്. 22,000 രൂപയാണ്. പല പള്ളികളിലും പലൊരു റേറ്റാണ്. ചിലപ്പോൾ 5,000 രൂപ, 10,000 രൂപ, 15,000 രൂപ, ചിലപ്പോൾ 6,000 രൂപ, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ദിവസത്തെ നോമ്പ് തുറ കൊടുക്കാൻ പറ്റിയാൽ അത് ഖൈറാൻ. അല്ലെങ്കിൽ ഒരു പകുതി എത്രയാണോ പൈസ ഉള്ളത് ആ നോമ്പ് തുറക്കാനുള്ള ആ ഒരു വകയായി നമ്മൾ കൊടുക്കുക. അതൊക്കെ വലിയ പുണ്യമുള്ളതാണ്, വലിയ പുണ്യം. അപ്പോൾ ആ നമ്മുടെ പൈസ കൊണ്ട് ആരൊക്കെ സാധനം വാങ്ങിച്ച് ആരൊക്കെ നോമ്പ് തുറക്കുന്നു അവരുടെയൊക്കെ നോമ്പിൻ്റെത് പ്രതിഫലം പോലോത്തൊന്ന് അള്ളാഹു നമുക്കും തരുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കുക. പിന്നെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയുന്ന പല കാര്യങ്ങളുമുണ്ട്, അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നോമ്പിൻ്റെ സുന്നത്തുകൾ ഒരുപാടുണ്ട് അല്ലേ. എന്താണ്, നമ്മൾ പരമാവധി ദിക്റുകളിൽ കൂടുക, അത്താഴം പിന്തിപ്പിക്കരുത്. അത്താഴം കഴിക്കില്ല. അത്താഴം കഴിക്കുന്നത് അത് എന്താ പറയുക, പരമാവധി സുബഹി ബാങ്കിൻ്റെ അടുത്തേക്ക് ആക്കുക എന്നാണ്. ചില ആൾക്കാർ 1 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേറ്റിട്ട് അത്താഴം കഴിച്ചിട്ട് അങ്ങനെയാണ്. അതൊന്ന് ചെയ്യാൻ പാടില്ലെന്നല്ല, ചെയ്യാം. പക്ഷെ എന്നാലും 5:30 സുബഹി ബാങ്കെങ്കിൽ ഒരു 5:15 അല്ലെങ്കിൽ ഒരു 5 മണിക്ക് എങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുക. തീരെ നമ്മൾ സുബഹി ബാങ്കിനോട് അടുപ്പിച്ചാക്കരുത്. കാരണം അത്താഴത്തിൻ്റെയും അതുപോലെ തന്നെ സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ ഒരു 10-15 മിനിറ്റോളം ഗ്യാപ്പെങ്കിലും വേണമെന്നാണ്. അത് നല്ലതാണ്, അത് ശ്രദ്ധിക്കുക. അതായത് പറയുന്നുണ്ട്, അരമണിക്കൂറെങ്കിലും 50 ആയത്ത് ഓതാനുള്ള ടൈം, 50 ആയത്ത് ഓതാനുള്ള ഏകദേശം ഒരു 10-15 മിനിറ്റ് എങ്കിലും ആ ഗ്യാപ്പ് ഉണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ വായിൽ ഭക്ഷണം ഇരിക്കെ സുബഹി ബാങ്ക് വിളിച്ചാൽ ഭക്ഷണം അത് ഇറക്കാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. തുപ്പിക്കളഞ്ഞിട്ട് ആ വായ കഴുകണമെന്നാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത്താഴത്തിൻ്റെ സമയത്ത് കുളിക്കുക, അതൊക്കെ എന്താണ് പ്രത്യേകം സുന്നത്താണ്. സുഗന്ധം പൂശുക, അത് സുന്നത്താണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യുന്ന നോമ്പുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമളാനാണ്. ഈ റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് സൂറത്തുകളും ഇപ്പം നമ്മൾ ഖത്തമൊക്കെ ഓതുന്നത് ആരാണ്? അൽഹംദുലില്ലാ. പക്ഷേ നമ്മൾ ഈ റമളാനിൻ്റെ പകലിലും രാത്രിയിലുമായി സൂറത്തുൽ ഇഖ്ലാസ് അധികമായി ഓതണമെന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഇപ്പോൾ സദാസമയത്തും ഖുർആൻ ഇങ്ങനെ കൈവച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോകും, ചിലപ്പോൾ പള്ളിയിലേക്ക് വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ ഓതാം. ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. അങ്ങനെ ആ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഒരുപാട് ഖുർആൻ ഓതിയ പ്രതിഫലം, 3 വട്ടം ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണെങ്കിൽ ഈ വിശുദ്ധമായ റമളാനിൽ എത്രയോ ഖത്തുമുകൾ തീർത്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ പിടിക്കുന്ന നോമ്പിന്, ആ നോമ്പിൽ വന്നു ഭവിക്കുന്ന പല അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, അതെല്ലാം മാറ്റി അല്ലാഹു തആല നല്ല നോമ്പായി നമ്മുടെ നോമ്പിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബറക്കത്തും നിഅമത്തും റാഹത്തും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരങ്ങൾ, അതുപോലെ മറ്റ് വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറകൾ, അതുപോലെ തന്നെ നോമ്പിൻ്റെ പകലിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് പങ്കെടുത്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല മാറ്റി എല്ലാവിധ നിഅമത്തും റാഹത്തും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.